ജൂൺ 1 സ്കൂളിൽ പോകുമ്പോൾ ഒരു പ്രത്യേകതരം കാലാവസ്ഥ ഉണ്ടാവില്ലേ? ആ അവസ്ഥയായിരുന്നു കേട്ടോ നമ്മുടെ വീടിന്റെ ചുറ്റും. കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാ. കാലത്തെ എണീറ്റ ദാ ഇതുപോലെ ചാറി ചാറി നിൽക്കണ ഒരു തരം മഴ. ഗുഡ് മോർണിംഗ്. ഗംഭീര മഴയാ. ഇവിടെ ഇപ്പൊ നമുക്ക് വർഷക്കാലമായ ഒരു ഫീലാണ് കേട്ടോ. നമ്മളിങ്ങനെ ജൂണിലൊക്കെ 1 സ്കൂൾ തുറക്കുമ്പോ ഒരു ഫീൽ ഉണ്ടാവില്ലേ? ആ ഒരു ഫീലിലാണ് ഇപ്പൊ നമ്മുടെ പ്രകൃതിയും നമ്മുടെ കാടും ഒക്കെ നിൽക്കുന്നത്. ചാറി ചാറി നിൽക്കുക, പെയ്യ അങ്ങനെ കൊട്ടിച്ചെറിഞ്ഞ് പെയ്യൊന്നല്ല കേട്ടോ, ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ ഞാൻ വിചാരിക്കുകയാണേ, എങ്ങനെ പിന്നെ നക്ഷത്രങ്ങളൊക്കെ ഇടുക, നമ്മളതൊക്കെ ഇങ്ങനെ കേടായി പോയില്ലേ എന്നൊരു തോന്നൽ ഇങ്ങനെ ഞാൻ ഭാഗ്യനോട് ചർച്ച ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഭാഗ്യം പറഞ്ഞു, സാരില്ലേ 2 ദിവസമല്ലേ പെയ്യുള്ളൂ, എന്തായാലും തുടർന്ന് പെയ്യില്ലല്ലോ എന്നൊക്കെയുള്ള അഭിപ്രായത്തിൽ ഭാഗ്യനെ അങ്ങനെ എത്തി നിൽക്കവേ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ശ്രീയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാലത്തെ എണീറ്റ് പാസ്ത ഉണ്ടാക്കാന്ന് വിചാരിക്കണേ. ശ്രീകുട്ടന് ഇന്ന് ക്ലാസ് ഇല്ല, അത് കാരണം കൊണ്ട് അവന് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അൽത്തുകുലത്തിലൊക്കെ ആണല്ലോ തുടങ്ങാറുള്ളത്. ഉപ്പ് കഴിഞ്ഞായിരുന്നു. കല്ലുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കടം വരുന്നാണ് പറയാ. അത് കാരണം കൊണ്ട് ഞാൻ കല്ലുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ കടം വരുന്നുണ്ടോന്ന്. ചുമ്മാ പറഞ്ഞതാട്ടോ. കല്ലുപ്പ് കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവരാൻ പറയുന്ന കാരണം കൊണ്ടേ ഉടനടി ഓൺ ദ സ്പോട്ടിൽ സംഭവം എത്തും. അങ്ങനെ നമ്മുടെ പാസ്ത നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് അതിൽ കുറച്ച് വെണ്ണയൊക്കെ ഒഴിച്ച് പാസ്ത വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുക. ഇതിനൊരു ഒതന്റിക് റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ മാഗി ക്യൂബും കുറച്ച് വെളുത്തുള്ളിയും സവാളയും ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബട്ടറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബട്ടറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാ ഡിഷസിനും അതിൻ്റെതായ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടച്ച് വരുന്നതാണ് ചേച്ചിമാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നപ്പോൾ അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ നമ്മുടെ മാഗി ക്യൂബ്സും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ആ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടാം കേട്ടോ. ബട്ടറിൽ ഉണ്ടാക്കിയ ഈ ഒരു ടേസ്റ്റ് വരും, പിന്നെ വേറെ ടേസ്റ്റ് വരും എന്നൊക്കെ പഠിച്ചത് നമ്മൾ ഇപ്പോഴല്ലേ. കുറേയൊക്കെ യൂട്യൂബും പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരും പഠിച്ചതാണ് കേട്ടോ. വിദേശത്തൊക്കെ ജനിച്ച് വളർന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെയുമായി ടച്ചുള്ള ആൾക്കാർക്കൊക്കെ ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ നാട്ടുമ്പുറത്ത് ജനിച്ച് വളർന്ന ആൾക്കാർക്കൊന്നും അതങ്ങനെ വലിയ ഫീൽ ആയിട്ട് വരില്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടായിരിക്കാം. ഇത് ചാനലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിത് അസസ് ചെയ്യാൻ പറ്റുന്നതിന് വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരുതാറുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ നമ്മുടെ പാസ്ത ഉണ്ടാക്കണ കാര്യം മറന്നുപോയടാ പറയാൻ. അപ്പോൾ ഞാനതിൽ ഒർഗാനോയും അതുപോലെ തന്നെ സ്പൈസസിൻ്റെ ലീവ്സും ഒക്കെ ഇട്ടിട്ടുണ്ടോ. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും, ഒരുപാട് സാധനങ്ങൾ അവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കത് ട്രൈ ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി കാരണം കൊണ്ട് നമ്മളത് മേടിക്കുകയും ചെയ്യും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ധാരാളമല്ലേ. പണ്ട് ഞങ്ങളുടെ അവിടെ ഒരു ജോയിയുടെ കടയുണ്ട്, അതാണ് നമ്മുടെ ആസ്ഥാന പലചരക്ക് കടയും സൂപ്പർ മാർക്കറ്റും ഒക്കെ. അവിടെ ഒന്നും ഇത് കിട്ടാനില്ല. കാലം ഒരുപാട് മുന്നോട്ട് പോയെന്ന് തോന്നാറുണ്ടല്ലേ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഞാനിങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കാലം ഒരുപാട് മുന്നോട്ട് പോയിന്ന്. ആ കാലഘട്ടത്തിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പിള്ളേരും പഠിക്കണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പറഞ്ഞിരിക്കില്ല, നമ്മൾ സോസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസും ചില്ലി സോസും കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത്, പിന്നെ നമ്മൾ വൈറ്റ് കളറിൽ ഒന്നില്ലെങ്കിൽ നമുക്കത് അളിയരം പാൽ ഒഴിക്കാം. ഞാനിവിടെ ക്രീമാണ് ഒഴിക്കണത് കേട്ടോ. ക്രീം നമ്മൾ ബേക്ക് പാക്കേഴ്സിൽ പോകുമ്പോൾ ഞാൻ വലുത് മേടിച്ച് വയ്ക്കും. എന്നിട്ട് എനിക്ക് ഇത്തിരി നല്ല കട്ടിയോടെ കൂടെ ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ക്രീം ആഡ് ചെയ്ത് ചാറ് നന്നായി കുറുക്കി വേവിച്ച് വെച്ച നമ്മുടെ ഈ മാക്രോണി ഇട്ട് കൊടുക്കൂട്ടാ. രേഷ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ട്രിപ്പിന് പോണ വീഡിയോ മാത്രമേ കാണാത്തതുള്ളൂ, എനിക്ക് വീടിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ടർമറിക് സിറം മേടിച്ചു എന്ന് പറഞ്ഞു. ഡാർക്ക് സ്പോട്ട് നല്ല കുറവുണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഇന്ന് എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ടില്ലടോ. ഞാൻ പോയി ചെയ്തിട്ട് വരട്ടെ കേട്ടാ. ഇന്നും ഞാൻ നമ്മുടെ ഫേസ് സിറം ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ പറയാറില്ല എപ്പോഴും, നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ അലച്ചിലാണ്. ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കാരണം കൊണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള ടാനും വന്നിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് പീരീഡ്സ് വന്നു കഴിയുമ്പോഴേ ധാരാളം ബ്ലഡ് ലോസ് ഉണ്ടാവും. അതായത് ഒരുപാട് ബ്ലഡ് ലോസ് വരുന്ന സമയത്ത് ഈ അനിമിക് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചുണ്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും ഒക്കെ നല്ല രീതിയിൽ ബ്ലഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ആകെ ഒരു ഡാർക്ക് സ്പോട്ടായിട്ട് ആകെ ഡാർക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു 30 കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വരില്ല. പുള്ളിയിലേക്കും അത്യാവശ്യം നല്ല രീതിക്ക്
എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ഹിമാലയയുടെ സിറമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ഹിമാലയയുടെ സിറം. ഞാൻ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും പരിചയപ്പെടുത്തി തരുന്നതാണ്, എല്ലാ സമയത്തും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് ഹിമാലയയുടെ ഡാഷ്ബോർഡ് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം. ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ താരം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നന്നായിട്ട് മുഖമൊക്കെ കഴുകി ടോണറൊക്കെ ഇട്ടതിന് ശേഷം സിറം അപ്ലൈ ചെയ്യാണ് ചെയ്യുക. നല്ലൊരു മോയ്സ്ചറൈസർ ഇടും. പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൺസ്ക്രീൻ പരിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഹിമാലയയുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സിറം എന്ന് പറയുന്നത്. ഹിമാലയയുടെ ഈ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം നമ്മൾ ഉപയോഗിക്കുന്നത് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കാർ മാർക്കുകളോ അതുപോലെ എക്സസീവ് ആയിട്ടുള്ള നമ്മുടെ ഈ സൺ എക്സ്പോഷർ മൂലം വരുന്ന കുറച്ച് ഡാമേജ് പ്രോബ്ലംസും ഹോർമോണൽ ചേഞ്ചസ് വരുന്ന പ്രോബ്ലംസും ഒക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ടോൺഡ് ആയിട്ടുള്ള സ്കിന്നാക്കാൻ വേണ്ടിയിട്ടും ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ വരുത്തില്ലേ, അതിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക് ആണ് കേട്ടോ. 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. 100 മടങ്ങ് ടർമറിക് എക്സ്ട്രാക്ട് ഉള്ള ഈ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഡാർക്ക് സ്പോട്ട് വിസിബിൾ ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട് റിഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡൾനെസ് ഒക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിന്റെ ആ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. സ്വാരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. നിയാസിനമൈഡും ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ള കാരണം കൊണ്ട് ഇതിങ്ങനെ നമ്മൾ മുഖത്ത് 2-3 ഒരു ഡ്രോപ്പ് ഒറ്റിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡയറക്ഷനിൽ കേട്ടോ, കഴുത്തിലും ബാക്കിയുള്ളതും കൈമലും ഒക്കെ വേണമെങ്കിൽ പുരട്ടിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മസാജിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ റെഗുലർലി 2-3 മാസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം കാണാൻ പറ്റും കേട്ടോ. നമുക്ക് പിഗ്മെന്റേഷൻസും ടാനും യുവി ലൈറ്റും മൂലം വരുന്ന സൺ ഡാമേജും ഈവൻ സ്കിൻ ടോൺ അല്ലാത്ത അവസ്ഥയൊക്കെ വരുമല്ലോ, ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സിറം എന്ന് പറയുന്നത്. നല്ല എഫക്റ്റീവ് കിട്ടുന്നത് നമ്മുടെ കമന്റ് ബോക്സിലൂടെ തന്നെ ഓരോരുത്തരെ തന്നെ അങ്ങനെ അറിയിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നമുക്കൊരു റിപ്ലൈ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ പ്രോഡക്റ്റ് നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പിന്നെ ഇവരുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്കിനി ബാക്കി നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ. മിഠായിയൊക്കെ തിന്ന് കളിയൊക്കെ കഴിഞ്ഞ് വെക്കാൻ സാധനങ്ങളെല്ലാം ഇവിടെ തോക്ക് വരെയുണ്ട് ഇവിടെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി പതുക്കെ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഒരു പണിയില്ലാത്ത ദിവസം എനിക്ക് വെറുതെ ഇരിക്കാം. പല്ലോട്ടിയാണോ അത്? ഞാനിപ്പോഴാണ് കേട്ടോ നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് റീഡ് ചെയ്യുന്നത്. ശ്രീകുട്ടൻ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന ദിവസങ്ങളാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ കുറച്ചു നേരം മൊബൈൽ നോക്കും. മൊബൈൽ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഒന്നാമത്തെ മൊബൈൽ നോക്കിയിരുന്ന ആൾക്കാരാണ്. മൊബൈൽ നോക്കിയാൽ അതിലിങ്ങനെ ഇരുന്ന് പോവും, അഡിക്ഷൻ പോലെ ഇരുന്ന് പോവും. അപ്പൊ ഞാൻ മൊത്തത്തില് മൊബൈൽ അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് എടുത്തു കളഞ്ഞു. ആദ്യം അങ്ങനെയായിരുന്നു, മൊബൈലൊന്നും നോക്കില്ല എന്ന് വിചാരിക്കും. അപ്പൊ ഈ മൊബൈൽ എടുക്കാനുള്ള ത്വര ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം മൊബൈൽ നോക്കും എന്നുള്ള ഒരു കണക്കിലേക്ക് എത്തി. അപ്പൊ നമുക്ക് അധികം നേരം നമ്മളെന്തായാലും ഇത്ര നേരമല്ലേ നമുക്ക് നമ്മളെ അനുവദിച്ചിട്ടുള്ളൂ. ആ നേരം നോക്കും ചെയ്തു, മൊബൈൽ നോക്കും ചെയ്തു, അന്ന് അഡിക്ഷൻ ആയില്ല. അങ്ങനെ ഒരു ലെവലിലൊക്കെയാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മള് മൊബൈലിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരായ കാരണം കൊണ്ട്, മൊബൈലാണ് നമുക്ക് അന്നം തരുന്നത് എന്നുള്ള കാരണം കൊണ്ട് നോക്കാണ്ടിരിക്കാനും പറ്റില്ല. 1-2 മണിക്കൂറൊക്കെ മൊബൈൽ കൊണ്ടുപോകും ദിവസത്തിലത്തെ. 1-2 മണിക്കൂർ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, ഒരു ദിവസം, ഒരു മാസം, ഒരാഴ്ചയൊക്കെ എത്ര സമയമാണ് മൊബൈൽ നമ്മൾ എടുത്തിട്ട് പോണെന്നുള്ളത്. അത് വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ വ്ളോഗ് ഒന്ന് കാണാണ്ടിരിക്കരുത്. അത് 1/2 മണിക്കൂറാവോ? അങ്ങനെയില്ല, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ, അത് കണ്ട ഒരു എന്റർടൈൻമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ ആണ്. ഇവിടെ കാടും കാട്ടരുവികളും അതുപോലെ തന്നെ ചെടിത്തോട്ടവും പിന്നെ ഇവിടുത്തെ മഞ്ഞൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഒരു റിലാക്സ് ഫീലിംഗ് ആണ് ശ്രീ. ഇപ്പൊ പുറത്തുള്ളവരാണെങ്കിൽ നാട്ടിയൊരു ഫീലിംഗ് ആണ് ശ്രീ എന്നൊക്കെ പറയാറുണ്ട്. അത് കാരണം അതൊക്കെ ഞാൻ കാലത്ത് കുറച്ച് നേരം കാണിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഇടാറുള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ കാണുന്നവരെ ആ ഒരു എന്റർടൈനിങ് എന്നുള്ള രീതിയിലേക്ക് എടുക്കുക. ഇനിയിപ്പോ ഞാൻ വ്ളോഗ് കണ്ടില്ല എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ മതി, നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഞാൻ ഉണ്ടായാൽ മതി. അഗസ്ത്യചീരായിരുന്നല്ലോ കഴിഞ്ഞ നമ്മുടെ വ്ളോഗിലത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അഗസ്ത്യചീരയിലത്തെ ഇല കറി വയ്ക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടുള്ള എന്റെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് തന്നെ പല പേരും പറയണ്ടായി ഇത്രയ്ക്ക് അധികം എക്സൈറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോന്ന്. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവം. ഞാനത് കണ്ടിട്ടും കൂടിയില്ല എന്റെ ലൈഫിൽ.
നമ്മൾ ഇത്രയും നാളെ ലൈഫിൽ കാണാത്തൊരു കാര്യം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അതാണ് നിങ്ങൾ ആ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നോട് ബ്ലീഡിങ്ങിന്റെ സമയത്ത്, ബ്ലീഡിങ്ങിനെ കുറിച്ച് എല്ലാ വീഡിയോയിലും എല്ലാവരും ചോദിക്കാറുണ്ട്, ഫൈബ്രോയിഡ് മാറിയോ ശ്രീ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ ഇന്നും ഒരു കുട്ടി ചോദിച്ചായിരുന്നു, ഞാൻ നന്നായിട്ട് ബ്ലീഡ് വരുന്ന സമയത്ത് വേദന എടുക്കും, വേദന വരുമ്പോൾ ഞാൻ ഗുളിക കഴിക്കാറാണ് ചെയ്യാറ്. ദയവ് ഇത് നിങ്ങൾ ഗുളിക കഴിക്കരുത് മക്കളെ. ഞാനും ആലോചിച്ചിരുന്നത് പണ്ട് പീരിയഡ്സ് ഒക്കെ വരുമ്പോഴേ നമ്മുടെ ലൈഫിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ഓൾഡ് ജനറേഷൻസ് നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പീരീഡ്സ് വരും, അടുക്കള ജോലി പെണ്ണുങ്ങൾക്കുള്ളതാണ്, ആണുങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കണം, കാലുമ്മ കാല് കയറ്റി വെച്ചിരിക്കരുത്, ആ ചെടികളെ തൊടരുത്, ഈ ചെടികളെ തൊടരുത്, പീരീഡ്സ് ആവുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കണം. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ പീരീഡ്സിന്റെ സമയത്ത് ഇച്ചിരി വേദനയില്ലേ, അതൊക്കെ നോർമലാ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പല പെണ്ണുങ്ങളും. പക്ഷെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പീരീഡ്സ് വരുമ്പോൾ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്തെന്ന് വിചാരിച്ചു നോക്കണ്, ഹൈ പീരീഡ്സ് വരുമ്പോ എല്ലാവർക്കും ഉണ്ടല്ലോ വേദന. അപ്പൊ ഞാൻ വിചാരിച്ചേ എന്റെ വേദനയും സാധാരണ പീരീഡ്സ് വരുമ്പോ പോലെയുള്ള വേദനയാന്ന് വിചാരിച്ചു. അങ്ങനെ പീരീഡ്സ് വരുമ്പോ എനിക്കും ഗംഭീരമായിട്ടുള്ള വയറുവേദന വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് വയറുവേദന എല്ലാവർക്കും വരുന്നതാണല്ലോ, നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മൾ അങ്ങനെയല്ല പറഞ്ഞു പിടിപ്പിച്ചു നോക്കണത്, ഇതെല്ലാവർക്കും ഉള്ളതല്ലേന്ന്. പക്ഷെ എനിക്ക് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. എൻ്റെ ഫൈബ്രോയിഡ് ത്രൂ വജേന ഇറങ്ങി വരികയായിരുന്നു. അപ്പൊ നമുക്ക് ഈ പ്രസവ വേദന ഉണ്ടല്ലോ, ലേബർ പെയിൻ, അതാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ആകെ 0.5 നമ്മുടെ ദ്വാരം ഉള്ളോ, അത് 10 സെന്റിമീറ്റർ ആകുമ്പോഴാണ് കുഞ്ഞു പോലെ ഇറങ്ങി വരുന്നത്. അപ്പൊ ഇതൊരു 3-4 സെന്റിമീറ്റർ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെയിൻ എടുക്കും നമുക്ക്. അപ്പൊ നമ്മളിത് പീരീഡ്സ് പെയിൻ ആണെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അത് ചില സമയങ്ങളിൽ ഫൈബ്രോയിഡ് ആവാം, ചില സമയങ്ങളിൽ നമ്മുടെ ഫൈബ്രോയിഡ് ഉള്ളിൽ നിന്ന് ബ്രേക്ക് ആവുന്നതാവാം, അല്ലെങ്കിൽ യൂട്രസിൽ ഓവറിലോ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോൾ ഒരു ഡോക്ടറെ പോയി കണ്ടോ, കൂടി വന്നൊരു 100-250 രൂപയല്ലേ ചിലവാവുള്ളൂ. അവർ പറയും ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ലാന്ന്. ചാനലുകൾ കണ്ടു, യൂട്യൂബേഴ്സിൽ കണ്ടോ, അല്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, നാട്ടുകാരിങ്ങനെ പറഞ്ഞു, ഒന്നും വിഷയാക്കേണ്ട, ഡയറക്റ്റ് നിങ്ങളൊരു ഡോക്ടറെ അടുത്തേക്ക് പോവുക. ഏറ്റവും അടുത്തുള്ള ഒരു ഫിസിഷ്യനെ പോയി കാണുക, ആള് കൺസൾട്ട് ചെയ്യുന്ന മറ്റൊരു ഡോക്ടറെ പോയി കാണുക. അസുഖം മുമ്പേ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുങ്ങുന്നുള്ളിൽ സമുദ്രമാക്കണ്ട എന്ന് പറയും, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. അതുപോലത്തെ അവസ്ഥയിലെത്താം. അല്ലെങ്കിൽ എൻ്റെ പോലത്തെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടാബ്ലറ്റിന്റെ കാര്യം സർജറി വരെ കൊണ്ടെത്തിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ ഡോക്ടറെ കാണാം. ഒരുപാട് കാര്യം നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് കുറച്ച് നാളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ഇന്നഫ് അല്ല. ലിറ്റിൽ നോളേജ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ നത്തിങ് എന്ന് പറയാം. ഇത്തിരി ഉള്ളതാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ആ കുട്ടീനോട് ചോദിച്ചു പെയിനിന്റെ കാര്യം, പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴത്തെ പെയിൻ മാറാനായിട്ട് ഒരു പാരസെറ്റമോൾ കഴിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ട് ഡോക്ടറെ പോയി കാണുക. എന്നിട്ട് നിങ്ങൾ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കുറച്ച് നാള് ഫോളോ ചെയ്യുക. നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക. ഇത് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുറത്തുനിന്ന് എത്ര കെയർ കൊടുത്തിട്ടും കാര്യമില്ല, നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലിങ്ങനെ ആ കുട്ടിയും വേറെ കുറെ ആൾക്കാർ പേഴ്സണലായിട്ട് എനിക്ക് ഫൈബ്രോയിഡ് വന്നവരോട് ചോദിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫൈബ്രോയിഡ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പീരീഡ്സ് വരുന്ന സമയത്തൊക്കെ ചെറിയ ഫൈബ്രോയിഡുകളേ ഉള്ളൂ. അത് ഗുളിക കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ലാത്തതാണ്. പക്ഷെ പീരീഡ്സ് വരുമ്പോൾ ചില സമയത്ത് ചിലത് ബ്രേക്ക് ആവുന്ന കാരണം കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ബ്ലീഡിങ് വരാറുണ്ട്. ഞാനത് ഫുഡിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നല്ല ഡയറ്റ് ഫോളോ ചെയ്യും. ഈ കമന്റുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ആ വ്യക്തിനെ എൻ്റെ മുമ്പിൽ കിട്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു. ഈ കമന്റ് കേട്ടോ, വേറെ അനുഭവങ്ങളില്ലാത്ത കമന്റുകൾ എനിക്ക് വരാറുണ്ട്. മുടി വെട്ടിയപ്പോൾ ഞാൻ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു. സുന്ദരിയായിരുന്നു കേൾക്കാൻ ഏത് ആൾക്കാർക്കാണ് ഇഷ്ടമില്ലാത്തത്? എന്തൊക്കെ നമ്മൾ ഡിപ്ലോമാറ്റിക്കലി സംസാരിച്ചാലും സുന്ദരിയെന്ന് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അലർജിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അലർജിയുടെ കാര്യം ചോദിക്കുന്നവരൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാനേ പറയാം കേട്ടോ. നമ്മളൊരു Q&A ഒക്കെ ചെയ്തിട്ട്, Q&A ആകെ പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. Q&A വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഞാൻ ഷെയർ ചെയ്യുന്നതിൽ വിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനടി ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് ദിവസമായിട്ടേ നമ്മുടെ വിഷ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സംഭവമാണ് ഫ്രൈഡ് റൈസ്. ശ്രീകുട്ടൻ എന്നേക്കാൾ ഇഷ്ടമാണോ നമ്മുടെ ഫ്രൈഡ് റൈസ് ചോദിച്ചാൽ ആള് പറയും ചിലപ്പോൾ അതെ. ആള് വരുന്നേക്കാളും മുന്നേ നമുക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പൊ നാളെ എക്സിബിഷനൊക്കെ ഉള്ള കാരണം കൊണ്ട് പോവില്ലെന്നൊന്നും അറിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് അവന് കഴിക്കാനുള്ളത് മാത്രം ഉണ്ടാക്കാം. ഇവിടെ ഭാഗ്യനൊന്നും ഫ്രൈഡ് റൈസ് ഒന്നും ഇഷ്ടമില്ല. ഭാഗ്യന് ചോറാ ഇഷ്ടം. ഭാഗ്യന്
എത്ര രുചിയിൽ ഉണ്ടാക്കി കൊടുത്താലും ആള് ഇത് കഴിച്ചിട്ട് പിന്നാലെ എന്നോട് ചോദിക്കും, മോനെ ഇത്തിരി ചോറ് തരുമോ ചോദിക്കും. മറ്റേ നമ്മുടെ ഇത്തിരി ചോറ് തരാൻ സാറേ ചോദിച്ചു വന്നിരുന്നതാന്ന് പറയില്ല, ആ ഒരു മെത്തേഡാണ് ഇപ്പൊ നമ്മുടെ ഭാഗ്യം. അരി വേവിക്കാൻ വെക്കാം കേട്ടോ, ഉപ്പും നാരങ്ങ വെള്ളവും മാത്രം എടുത്തിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് അരി എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ 1.5 ഗ്ലാസ് വെള്ളം, അത് മറക്കണ്ട കേട്ടോ. എന്നിട്ട് ഓയിലും കുറച്ച് നാരങ്ങ നേരം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇത് എൻ്റെ വേർഷനാണ്. ഇങ്ങനെയല്ല ശ്രീ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക, ഇങ്ങനെയല്ല ശ്രീ ബിരിയാണി ഉണ്ടാക്കാന്നൊന്നും നിങ്ങൾ പറയണ്ട. എനിക്കറിയാം ഇങ്ങനെയൊന്നല്ല ഒരു റെസിപ്പികൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെതായ രീതിയിലാണ് ഞാൻ കറികൾ എനിക്ക് കൺവീനിയൻ്റ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ ക്യാരറ്റോ ബീട്രൂട്ടോ ഇല്ലെങ്കിലും ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കുക ഇത് എന്താ സ്പീക്കർ ഓൺ ആക്കാണ്ടാവും, പിന്നെ ഇതിനെപ്പോഴും ഉണ്ടല്ലോ ഈ കംപ്ലൈന്റ്, ഞാനിങ്ങനെ വിചാരിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സുള്ള ആളൊന്നുമല്ല ഞാൻ. എനിക്ക് വളരെ വളരെ കുറച്ചൊന്നുമല്ല, 1-2 ഫ്രണ്ട്സുകളേ ഉള്ളൂ. ഇപ്പം കോളേജ് ജീവിതത്തിലത്തെ അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തിലത്തെയൊക്കെ അങ്ങനെ ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ വളരെ കുറവാണ് കേട്ടോ. ചിലർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ഡീപ്പായിട്ട് വെക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടിട്ട് പോകുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റാറില്ല. വേറെ ആർക്കും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റാറില്ല. അത് അവരുടെ കഴിവാണ് കേട്ടോ, അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അവർ അത്രയും ഇൻറ്റൻസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള കാരണം കൊണ്ട് മാത്രമല്ല, നമ്മൾ റിലേഷൻഷിപ്പിനെ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന കാരണം കൊണ്ട് ഓരോ വ്യക്തിനെയും അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന കാരണം കൊണ്ടും അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവും ഞാൻ. അങ്ങനത്തെ ഒരു നല്ലതാണോ പൊട്ടയാണോ എന്നറിയില്ല, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് കാരണം കൊണ്ട് എന്നോട് അടുക്കുന്നവരൊന്നും എന്നെ മറക്കില്ല, എന്നിൽ നിന്ന് വിട്ടു പോവില്ല. അങ്ങനെ പോകുന്നവർക്ക് ചിലപ്പോൾ എൻ്റെ ഗ്യാപ്പ് കാരണം കൊണ്ടാണോ എന്നറിയില്ല, അവർ നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ ആൾക്കാരുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ആരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അത് കാരണം കൊണ്ട് എനിക്ക് വളരെ ഫ്രണ്ട്സ് കുറവാണ് കേട്ടോ. പിന്നെ ഉള്ളവരൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. കൂടുതലും ചേച്ചിയും അമ്മയും പിന്നെ 1-2 ഫ്രണ്ട്സ്, അവർ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല, കാരണം അവർ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും വരാൻ താല്പര്യപ്പെടുന്നവരല്ല. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്സിനോടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഇവരൊക്കെ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ പോയപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ മനസ്സിലാക്കിയത്, ദൈവമേ ഞാൻ ഭയങ്കര സ്മോൾ സർക്കിളിലാണല്ലോ ജീവിക്കണേന്നുള്ള കാര്യം. പിന്നെ ഒരുപാട് കാര്യങ്ങളെ ഒന്നും അറിയാത്തതുണ്ടാവില്ല അവർ നമ്മുടെ ലൈഫിലത്തെ A to Z എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു ഒരു ദിവസം അവർ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാവുമ്പോഴേ നമുക്കൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെത്തും. ഇങ്ങനെ എൻ്റെ പോലെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? അതുപോലെ നമ്മളും ഓരോരുത്തരുടെ ലൈഫിലത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവാൻ പറ്റാത്ത ആൾക്കാരായിട്ട് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പോരുകയും ചെയ്യരുത് കേട്ടോ. കാരണം ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലെത്തും നമ്മൾ. നമുക്ക് ഏറ്റവും അധികം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. ആ സമയം കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അങ്ങനത്തെ റിലേഷൻഷിപ്പുകൾ നമ്മൾ ഉണ്ടാക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആവുക. ചിലപ്പോൾ അതുപോലെ കൊടുക്കാൻ സമയം എൻ്റെ കയ്യിലില്ലാത്ത കാരണം കൊണ്ടായിരിക്കാം കേട്ടോ എൻ്റെ റിലേഷൻസും വളരെ ഇങ്ങനെ ചുരുങ്ങി പോകുന്നതിൻ്റെ കാരണം. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറയണമെന്ന് തോന്നി. ഇങ്ങനെ എന്തോ അവളായിട്ട് സംസാരിച്ചിരുന്നപ്പോഴേ എനിക്ക് എന്തോ നിങ്ങളോടത് പറയണമെന്ന് തോന്നി. അത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാവുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. നമ്മളില്ലാത്ത അവസ്ഥയിൽ അവരെ നമ്മളെ മിസ് ചെയ്യുക എന്നുള്ളത് അതിലും വലിയൊരു കാര്യമാണ്. നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുമ്പോൾ അവർക്കത് പ്ലഷർ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. എന്തൊരു സമാധാനം അത്രയും പറഞ്ഞൊപ്പിച്ചപ്പോൾ. അങ്ങനെ നമ്മൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഈ സമയം കൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടാ. ഞാൻ തലേദിവസം തന്നെ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ കാര്യം തീരുമാനിച്ച കാരണം കൊണ്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബൾബൊക്കെ നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരി അപ്പോഴേക്കും നമ്മളൊരൊറ്റ വിസലിൽ പിന്നെ ആ ഫുൾ പ്രഷർ പോകുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് സുഗുണ ചിക്കൻ, നമ്മുടെ ഏട്ടൻ ഭാഗ്യനും ഇതുപോലെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര കുറവാണ് കേട്ടോ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിലത്തെ ഒരാളാണ് നമ്മുടെ സുബിച്ചേട്ടൻ്റെ സുഗുണ ചിക്കൻ്റെ ബിസിനസ്സാണ് ആൾക്ക്. അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഈ മഞ്ചൂരിയൻ റെഡി ടു മേക്ക് ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അത് പറഞ്ഞു ആൾ, ഇത് ജസ്റ്റ് നീ ഒന്ന് കൊണ്ടുപോയി പൊരിച്ച് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ വെറുതെ ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഡീപ് ഫ്രൈ ചെയ്താൽ മാത്രമാണ് മഞ്ചൂരിയൻ്റെ ആ ടേസ്റ്റിലെത്തുള്ളൂ എന്ന്. പിന്നെ നമുക്ക് സോയാ സോസും അതുപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഇതിനെ സെറ്റ് ചെയ്യാം. അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് വറക്കണേ ഉള്ളൂ കേട്ടോ. ഫ്രൈഡ് റൈസും പിന്നെ വറുത്ത ചിക്കനും, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി. ഈ ഫ്രൈഡ് റൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതോ ഒരു സെലിബ്രിറ്റി വെള്ളിമണിയൊക്കെ ഞാൻ തോന്നുന്നു അങ്ങനെ ആളുണ്ടാക്കിയിട്ട് വേറൊരു കുട്ടി റീൽ ഷെയർ ചെയ്തപ്പോൾ ഞാനത് സേവ് ചെയ്ത് വെച്ച് ഉണ്ടാക്കി നോക്കണതാണ് കേട്ടോ. ബട്ടറിൽ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ആൾ പറഞ്ഞ രീതിയിലൊന്നും ഞാൻ ഉണ്ടാക്കില്ല, ഞാൻ എൻ്റേതായ വേർഷനിലാണ് ഉണ്ടാക്കുക. പിന്നെ
പിന്നെ പറഞ്ഞ 2 ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളത് ബട്ടറും അതുപോലെ തന്നെ നമ്മുടെ മാഗി ക്യൂബ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ എണ്ണയിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനേക്കാൾ മുമ്പ് നമ്മൾ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മാഗി ക്യൂബ്സിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഉപ്പുണ്ടാവും, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇടാണ്ടിരിക്കുകയാണ് നല്ലത്. ക്യാപ്സിക്കം, മഞ്ഞ, പച്ച, ചുവപ്പ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം. എൻ്റെ പച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഉപ്പ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത് നമ്മുടെ ഫ്രൈഡ് റൈസിൽ. പിന്നെ നമ്മൾ ഈ മാഗി ക്യൂബ്സ് ഇതാ പൊടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാം കുറച്ച്, അല്ലെങ്കിൽ നൂഡിൽസ് മസാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഇതിന് വരുന്നത്. പിന്നെ സോസായിട്ടുള്ള ചില്ലി സോസ്, സോയാ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ച് ആ ഒരു ചൈനീസ് സ്റ്റൈലിലുള്ള കളർ വന്നിട്ടില്ലേ, ഈ ഒരു കളർ വരുമ്പോൾ പതുക്കെ ഞാൻ വെള്ളിയാഴ്ചകൾ ഓർമ്മിക്കും. പൂനെയിലത്തെ അന്ന് വെള്ളിയാഴ്ച അവിടെ നമ്മൾ ഫ്രൈഡ് റൈസ് മേടിക്കും, ചേച്ചിമാർ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നൂഡിൽസ് ഒക്കെ മേടിക്കും. അതൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ. അത് മാസത്തിലൊരിക്കലൊക്കെ സംഭവിക്കുള്ളൂ. അന്ന് ഞങ്ങൾക്ക് ആഘോഷമാണ് ഗൈസ്, ആഘോഷം. അത് ഹോസ്റ്റലിൽ ജീവിച്ച് വന്നിട്ടുള്ളവർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ഇടാം, പക്ഷെ ഞാൻ അതൊന്നും ഇട്ടില്ല. നമ്മുടെ ചിക്കൻ വറുത്ത കാരണം കൊണ്ടാണ്. കുറച്ച് കുരുമുളകും ഒറിഗാനോയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആ ചോറ് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മൈ വേർഷൻ ഓഫ് അല്ലെങ്കിൽ വെള്ളിമാണി വേഷം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതിൽ ചിക്കൻ ഇട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ദിവസത്തെ കുക്കിംഗ് പരിപാടി ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുട്ടികളെ. അടുത്തത് നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആവാറായ കാരണം കൊണ്ട് ഇനി പതുക്കെ നല്ല രീതിയിൽ വീട് ക്ലീൻ ചെയ്ത് ഓരോ സൈഡ് സെറ്റായി ഒരു ചുവപ്പും വെള്ളയും തീമിലേക്കൊക്കെ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പല പ്രാവശ്യവും പല ഇയറിലും ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങ് വിദേശത്തുള്ള ആൾക്കാർക്ക് മാത്രമല്ലല്ലോ, നമുക്കും ആ ഒരു വൈബ് പിടിച്ചുകൂടെ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ചുവപ്പും വെള്ളയും ബെഡ്ഷീറ്റും അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വിരിക്കാനായിട്ടുള്ള ടേബിൾ റണ്ണറും ഒന്നും ചുവപ്പും വെള്ളയും ഇല്ലടാ. ഞാൻ പ്രാവശ്യം പോയപ്പോഴും നോക്കിയായിരുന്നു കേട്ടോ. ഞാൻ ക്രിസ്മസ് പർച്ചേസ് കഴിഞ്ഞു. ഈ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. ആക്ച്വലി ക്രിസ്മസ് പർച്ചേസ് കഴിഞ്ഞു, പക്ഷേ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉടനെ അടുത്ത വീഡിയോ അതുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒരു സിനിമയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണെന്നറിയോ? 8 AM മെട്രോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. ഹിന്ദി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കൂ. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് അതൊക്കെ കേട്ട് ഞാൻ എൻ്റെ പരിപാടികളിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഗൈസ്. ഈ കിച്ചൺ ടോപ്പ്, അതായത് കൗണ്ടർ ടോപ്പ് വൈറ്റ് ആയ കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ ശ്രീന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. അങ്ങനെ ബുദ്ധിമുട്ട് ഇല്ല താനും. പക്ഷെ കറിയൊക്കെ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെപ്പർ മിൻറ്റ്, അതുപോലെ തന്നെ ചുറുക്ക്, നമ്മുടെ വിനാഗിരിയും അതുപോലെ തന്നെ സോഡയൊക്കെ നന്നായിട്ട് ഈ ഒരു ബോട്ടിലില്ലേ അതിൽ മിക്സ് ചെയ്തിട്ട് കഴുകുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ ഗ്ലാസ് തുടയ്ക്കണ ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മിക്സ് ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ ലൈസോളൊക്കെ ഞാൻ മിക്സ് ചെയ്യും. പിന്നെ അതൊന്നും സ്റ്റീലുമേ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റീലുമേ കറ പിടിക്കും. അത് കാരണം കൊണ്ട് അത് പോവില്ല. എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് ഏതായാലും ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഡൊമക്സ് ഒക്കെ സ്റ്റീലുമേ ആയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സിങ്കിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ കറ പോവുകയില്ല, ഒരു ബ്ലാക്ക് കളറിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഇവിടെ ഒതുക്കി പറക്കൽ എൻ്റെ ഏറ്റവും വലിയ ജോലിയാണ് കേട്ടോ. അടുക്കള വൃത്തിയായി കിടന്നിട്ടുണ്ടെങ്കിൽ ആ വീട് മുഴുവൻ വൃത്തിയായി എന്നുള്ളൊരു ഫീലിലേക്കാണ് ഞാൻ എത്താറുള്ളത്. ശ്രീകുട്ടനും ഭാഗ്യനും പോയിട്ടുണ്ടെങ്കിൽ ശ്രീജ ഇവിടെ ഒറ്റയ്ക്കല്ലേ, എങ്ങനെയാടാ ബോറടിക്കാണ്ടിരിക്കണമെന്ന് ചോദിക്കാറുണ്ട്. എനിക്കിവിടെ ഒരുപാട് പരിപാടികളുണ്ടോ. ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യണം, ചിലപ്പോൾ ഷോർട്സിലേക്ക് വീഡിയോസ് ഉണ്ടാക്കണം, ഫേസ്ബുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ട്. ഇവിടെ ചേട്ടന്മാർ പണിക്കുണ്ടാവും, മാത്രമല്ല ഗാർഡനിൽ വർക്കുകൾ ഉണ്ടാവും, മണി ഉണ്ടാവും, കൂടെ 2.0 ഉണ്ടാവും, കരി ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ വർത്തമാനം പറഞ്ഞും അവരെയൊക്കെ ചോറൊക്കെ കൊടുത്തും ഓരോ നിമിഷം എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓരോരുത്തരുടെ ജീവിതത്തിലെയും വലിയ വലിയ ഗ്യാപ്പാണെന്ന് പറയാറില്ലേ. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പുകൾ നികത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ, എനിക്ക് പ്രിയപ്പെട്ടവർ വളരെ കുറച്ചോളം എന്ന് അറിയില്ലേ, അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ചേച്ചീനെ ആയാലും ചേച്ചി കടയിലുള്ളപ്പോഴേ വിളിക്കാം. അപ്പോൾ എനിക്ക് ഏട്ടായി വിശേഷങ്ങളൊക്കെ അറിയും, ഏട്ടായിയുടെ കൂടെ വിളിക്കും. അച്ഛൻ, അമ്മ, പിന്നെ ശ്രീകുട്ടനും ഭാഗ്യനും വരുമ്പോഴേക്കും പണികളൊക്കെ തീർത്ത് അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. പിന്നെ ഈ അൽത്തുകൊളുത്ത് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഈ കേടായിട്ടുള്ള ഗ്യാസിൻ്റെ സ്റ്റൗ
സ്റ്റൗവിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാസ് വന്ന് അത് ശരിയാക്കി വയ്ക്കുക. അതുപോലെ തന്നെ വീട്ടിലത്തെ ബാക്കി എന്തൊക്കെ കേടായോ അതൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കുക. അങ്ങനെയൊക്കെ ഞാൻ 24 മണിക്കൂർ എൻഗേജ്ഡ് ആണ്. ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും അവളുടെ കൈയും കാലും വെറുതെ ഇരിക്കില്ല എന്നാണ് ഭാഗ്യം പറയാറുള്ളത്. അത് ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, ഞാൻ മനഃപൂർവ്വം എൻഗേജ്ഡ് ആവുന്നതാണ് പല കാര്യങ്ങളിലും. എനിക്കിങ്ങനെ ഒന്നും ചിന്തിച്ചിരുന്ന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനോട് താല്പര്യമില്ല. ഓൺ ദ സ്പോട്ടിൽ എന്താണോ അത് ഞാൻ വായുകൊണ്ട് പറയുകയും ചെയ്യും. അത് കാരണം കൊണ്ട് എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് അങ്ങനെ ഒരുപാട് മിത്രങ്ങളില്ല, ഒരുപാട് ശത്രുക്കളും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. ഒരുപാട് വലിയ സർക്കിൾ അല്ലാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് തോന്നാറുണ്ട്. ഉള്ളത് അത്രയും പ്യുവറും അതുപോലെ തന്നെ ക്യൂറായിട്ട് വെക്കുന്നത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചൺ വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളെ. അങ്ങനെ ഫൈനലി മിക്സി വരെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഈ വൃത്തിയാക്കൽ പരിപാടികൾ ചെയ്യുള്ളൂ. ഇത്ര ദിവസം വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ശാന്തമ്മ ഒരു ദിവസമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചിട്ട് പോകും കേട്ടോ. മുകളിലത്തെ സ്റ്റെയറിലേക്ക് നമ്മൾ കയറാറേ ഇല്ല. അത് കാരണം കൊണ്ട് ഈ താഴത്തെ ഭാഗം മാത്രമാണ് നമ്മൾ പെരുമാറുന്നതിനോട് ഇവിടെ മാത്രമേ വൃത്തിയാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിനി കിച്ചണിൽ മൊത്തത്തിലൊരു മേക്ക് ഓവർ കൊടുക്കണം എന്നാണ് വിചാരിക്കണം. നമ്മുടെ 1-2 കബോർഡിൻ്റെ വാതിലുകളൊക്കെ ഇങ്ങോട്ട് ഊരിപ്പോകും. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് പണിത് തന്ന ചേട്ടൻ തന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് വന്ന് സെറ്റാക്കി തരാന്നാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ദാ നമ്മൾ ബാക്കിയുള്ള പരിപാടികളും ഒക്കെ കഴിച്ച് വൃത്തിയാക്കി ഏറ്റവും ലാസ്റ്റ് ഒരു ചന്ദനത്തടിയും കൂടി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഇന്നത്തെ അടുക്കള വൃത്തിയാക്കൽ മഹാമകം ഇവിടെ അവസാനിക്കും. പക്ഷെ ഞാൻ ഈ ചന്ദനത്തിരി കത്തിക്കുമ്പോഴാണ് എനിക്കൊരു അറിവ് കിട്ടിയത് ഇന്ന് കാർത്തികയാണെന്ന്. ആക്ച്വലി ഞാൻ കാർത്തികയാണെന്ന് കാലത്ത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇറച്ചി മീനൊന്നും വെക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിത്യപൂജ ഇല്ല അമ്പലത്തിൽ. തലൂര് വീട്ടിലാവുമ്പോൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും അമ്പലത്തിലെ പോക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എല്ലാം അറിയായിരുന്നു. ഇപ്പൊ അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ഇല്ല. ചേറാൻ ഇതിനെ കൊല്ലണ എന്റെ ചേട്ടാ ഈ വക പരിപാടിക്ക് നിങ്ങൾ കൊല്ലണ്ട, കൂട്ടാൻ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്താൽ മതി അല്ലേ? പിന്നെ ശരിക്കും പിടിച്ചോ. ഗംഭീരനാണ്, ഗംഭീരൻ. എന്ന് നോൺ വെജ് വെച്ചത് അബദ്ധമായി എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഭാഗ്യം എന്തേ അവിടെ നിന്ന് മീനും കൊണ്ടുവരുന്നത്. ചൂണ്ടിട്ടിട്ട് പിടിച്ചതാണ് അത്ര. ഇവിടെ മഴയായ കാരണം കൊണ്ട് ഇപ്പോൾ പണിക്ക് പോക്കൊന്നും കുറവില്ല. നമ്മുടെ ഇവിടെ കൃഷിപ്പണിയാണല്ലോ എല്ലാ ചേട്ടന്മാർക്കും. അതുകൊണ്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു അവധി കിട്ടുന്നത് പതിവാണ് കേട്ടോ. മഴയത്ത് പണിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ പരിപാടി ചൂണ്ടിയിടല. അപ്പം അതിൻ്റെ ഫലമായി വന്നതാണ് ഇത്. മഴ ആയതുകൊണ്ട് തന്നെ മണ്ണിൽ കളച്ച ചെളിയായിട്ട് മണ്ണിരിക്കുന്ന കാരണം കൊണ്ട് പ്രമേശേട്ടനും ബിച്ചേട്ടനും ഒക്കെ ദേ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. 4 മണിയായപ്പോൾ അവർ കാണാൻ വന്നതാണ് നമ്മളെ. എല്ലാവരെയും സന്ദർശിച്ചിട്ട് ഇനി വീട്ടിൽ പോകും. അപ്പം ഞാനിനി എൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കട്ടെ. മീൻ ജീവനുള്ള കാരണം കൊണ്ട് അതിനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വിളക്ക് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശ്രീകുട്ടനും കഴിച്ചില്ല, പാസ്തയാണ് കഴിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വിളക്ക് വെച്ചിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആ മിററിൻ്റെ മുന്നിലിരിക്കുന്ന ആ ഒരു ഏരിയ എപ്പോഴും മെസ്സി ആവും. അപ്പം ഞാനത് വിചാരിക്കുകയാണ് ഇങ്ങനെ ഒരു ഓർഗനൈസർ മേടിച്ച് അതുമ്പോൾ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് കുറേ നാളായി മേടിച്ച് വെച്ചിട്ട്. അപ്പം ഞാൻ പറയാറില്ല, ഇടയ്ക്കിടയ്ക്ക് ചില സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് പൊട്ടിയിട്ട് റിട്ടേൺ കൊടുക്കാൻ പറ്റാതെ, റിട്ടേൺ കാലാവധി കഴിഞ്ഞിട്ട് അത് കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ എൻ്റെ കയ്യിൽ പെടുന്നു. അങ്ങനെ ഒരു സാധനമായിരുന്നു ഇത്. തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇതൊരു സ്റ്റാൻഡാണ് കേട്ടോ. 10-350 രൂപ വില വരുന്ന ഒരു അക്രിലിക്കിൻ്റെ സ്റ്റാൻഡാണ്, ഓർഗനൈസറാണ്. അതിങ്ങനെ നമ്മൾ ചെറിയൊരു റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് അതിൻ്റെതായ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു എവിടെയെങ്കിലും വെക്കാം. നമ്മുടെ മേക്കപ്പ് പ്രൊഡക്റ്റിന് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര നൈസാണ്. നന്നായിട്ട് വലിയൊരു രീതിയിൽ നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സംഭവം പറന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. പക്ഷേ അത് വെയിറ്റ് വരുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ റൊട്ടേറ്റബിൾ ആണെന്ന് മാത്രം. ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു കേട്ടോ, അതാണ് അവിടെ ഇരുട്ടായത്. അങ്ങനെ നമ്മൾ ആ പരിപാടികളും സെറ്റ് ചെയ്ത് ശ്രീകുട്ടൻ്റെ കൂടെ കുറച്ച് നേരം TV ഒക്കെ കണ്ട് അവന് ഞാൻ ഫുഡ് കൊടുത്ത് പിന്നെ നമ്മൾ വാക്വം ചെയ്യാൻ പോവുകയാണ്. വാക്വമിങ് നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഈ കാർപ്പറ്റിലൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ വാക്വം ആണ് അടിപൊളിയായിട്ടുള്ള മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പറക്കിയെടുക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വാക്വം ചെയ്യാമെന്ന്.
ശ്രീകുട്ടൻ കൂടുതലും ടി വി ആണ് കാണുക കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ടി വി ആണ് കാണുക. മറ്റേ നമുക്ക് വേറൊരു ടി വിയും കൂടി ഉണ്ട്. അത് ശ്രീകുട്ടൻ ഒരു ദിവസം കുട നിർത്തിയതാണ്. ഡിസ്പ്ലേ അങ്ങനെ തന്നെ പോയി. അതായിരുന്നു നമ്മുടെ പുതിയ ടി വി. അപ്പോൾ ഡിസ്പ്ലേ പോയ ടി വിയിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ശ്രീകുട്ടൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി റൂമും കൂടെ സെറ്റാക്കി എടുക്കാം കേട്ടോ. ഒരാളെ നീറ്റ് വരുമ്പോൾ ഇതൊന്നും മടക്കിടാന്നുള്ളതാണ് ബേസിക് മാനേഴ്സ്. കേട്ടാ എന്തോരം പറഞ്ഞു ഒരു 30 സെക്കൻഡ് വേണം ചെയ്യാൻ. ഒരു 30 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ ജീവിതത്തിൽ. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് സാറേ ഇവരുടെ മെയിൻ എന്ന് പറയില്ലേ, ആ ഒരു റൂട്ടാണ് ഞാനും പിടിക്കാറുള്ളത് കേട്ടോ. ഇവിടെ അച്ഛനോടും മോനോടും ഒരു കാര്യം എന്താ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് വായ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ. നമ്മൾ ഇതുപോലെ തന്നെ 5 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാനില്ല എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തുളഞ്ഞു കയറുന്ന ഡയലോഗുകൾ. അതാണ് അവരെ പിന്നെയും എന്തെങ്കിലും നമ്മളെ നോക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഭാഗ്യനോട് ഞാൻ വലിയ കാര്യമായിട്ട് ഉപദേശിക്കാൻ നിൽക്കാറില്ല. കാരണം ഒന്നും സെറ്റ് ആവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ശ്രീകുട്ടനെ ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവരാറുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് എന്താ പറയുന്നേ, മുല്ലച്ചെടിയാ, മുല്ലത്തറ. ഏറ്റവും ആദ്യമായിട്ട് മുല്ലത്തറയില് നമ്മള് വിളക്ക് വയ്ക്കാൻ പോവാട്ടോ. മുല്ലയും തുളസിയും എല്ലാം ഇത് നല്ലോണം വേര് പിടിച്ചുട്ടോ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യത്തെ വിളക്ക് വയ്ക്കാൻ പോകുന്നത് കാർത്തിക മാസം കേട്ടോ. അപ്പൊ വയ്ക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് മുല്ലത്തറയിൽ വിളക്ക് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അവിടെ ഒരു കുറവുണ്ട്. എന്തിൻ്റെയെന്നറിയോ? ഒരു മഞ്ഞളിൻ്റെ, എന്നോട് ചേച്ചിമാർ ഒരു മഞ്ഞളിൻ്റെ തൈ നട്ടോളം ശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ ഇവിടെ ഒത്തിരി ദൂരെ പോകണം നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്തൊന്നും വീട്ടിൽ കസ്തൂരി മഞ്ഞളൊക്കെ നിൽക്കണുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആ പറമ്പിൽ പോകുമ്പോൾ കൊണ്ടുവരാമെന്ന്. ശ്രീകുട്ടൻ ചരാതുകളൊക്കെ നിരത്തുന്നുണ്ട്. ആൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. കാരണം ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശ്രീകുട്ടൻ എല്ലാം കൊണ്ടും അവിടെ ഒരു കാർത്തിക വിളക്കിനുള്ള സെറ്റപ്പ് തയ്യാറാക്കി കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാൻ പോണത് കേട്ടോ. ഇനി തൊട്ട് എന്നും ഇവിടെ വിളക്ക് വെക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. മുല്ലത്തറ എന്ന് പറയുമ്പോൾ അവിടെ മുല്ലയും അതുപോലെ തന്നെ തുളസിയും ചെത്തിയും വേണമെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മളിത് മൂന്നും കൂടി നട്ടത് കേട്ടോ. മരുന്ന് ചെത്തി നടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ മരുന്ന് ചെത്തി ഉണ്ട്. ഞാനത് ഒരു ചെറിയ കമ്പെടുത്തൊരു സ്ഥലത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ പൊടിച്ചു വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നടാമെന്ന് വിചാരിച്ചു. വെറുതെ കുത്തി കൊണ്ടുവന്ന് ഉണക്കി കളയുന്നത് നല്ലതല്ലല്ലോ. അങ്ങനെ ഭാഗ്യനും സഹായിച്ചു വിളക്കുകളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മക്കളുടെ ഓർമ്മയിലേക്ക് ഒരു മുതൽക്കൂട്ട് എന്ന പോലെ നമ്മൾ ചെറുതായിട്ട് മുല്ലത്തറയിലൊക്കെ വിളക്ക് വെച്ച് വീടിന് ചുറ്റും കുറഞ്ഞ രീതിയിലുള്ള ചിരാതുകളൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരു കാർത്തിക എന്നുള്ള ഒരു പ്രതീതി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുത്തു. ചെറുപ്പത്തിൽ ഞാൻ ഈ വക പരിപാടികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ റിച്വൽസ് ഒന്നും ഫോളോ ചെയ്യാറുണ്ടായിരുന്നില്ല. അവസരങ്ങളില്ലാത്ത കാരണം കൊണ്ടായിരുന്നു. ഇതുപോലെ എണ്ണ ഒഴിക്കാനും ഒരുപാട് തിരിയിടാനൊന്നും അന്ന് അച്ഛനെ കൊണ്ടും അമ്മേനെ കൊണ്ടും കൂടില്ലായിരുന്നു. വിളക്ക് വെക്കും എന്നും. വൈകുന്നേരം ആകുമ്പോൾ വിളക്ക് വെച്ചിരുന്ന് രാമനാമം ജപിക്കും. അതായിരുന്നു നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇപ്പൊ പ്രാർത്ഥന പോലും വലിയ രീതിയിൽ വിപുലീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ദാ വീണ്ടും ഭാഗ്യൻ മീൻ നന്നാക്കാൻ പോകുന്നു. ചൂടുവെള്ളാക്കട്ടെ. വെള്ളം ചൂടാക്കുക. ഇത് ചെതമ്പൽ കളഞ്ഞിട്ടേ ഇത് മുക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരണ്ടി കഴിഞ്ഞാൽ ഇത് പോകും. ആ മീൻ ചത്തുപോയിട്ടുണ്ടായിരുന്നടാ, ചൂണ്ടയിൽ പിടിച്ച മീൻ. അപ്പോൾ ഭാഗ്യേനെ നന്നാക്കുക. ഈ മീനൊന്നും ഞാൻ നന്നാക്കി അല്ലെങ്കിൽ അത് നന്നാക്കുന്നിടത്ത് നോക്കി നിൽക്കുകയും ഞാൻ ചെയ്യാറില്ല. ഞാൻ ജീവനും കൊണ്ട് ഓടാറാണ് പതിവ്. എനിക്ക് ഈ വക പരിപാടികളൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ ഒരു ഐഡിയ പറഞ്ഞു തന്നായിരുന്നു എനിക്ക്. അതായത് ചൂടുവെള്ളത്തിൽ നമ്മൾ പുളി ഇട്ടിട്ട് ഈ നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ അത് നന്നായി ഇട്ടിട്ട് ഒന്ന് വെള്ളം നല്ല ചൂടെത്തുമ്പോൾ ഇതിനെ ഒരു 2-3 മിനിറ്റ് മുക്കി വെക്കണം. നമ്മുടെ
എന്താ പറയുക, കുടലും അതുപോലെ തന്നെ വേസ്റ്റും ഒക്കെ കളഞ്ഞ മീനെ 2 മിനിറ്റ് മുക്കി വെക്കണം. എന്നിട്ട് അതിനെ നമ്മൾ കഴുകി. കണ്ടോ, ഞാൻ ഒരു വിധത്തിൽ വൃത്തിയാക്കിയെടുത്ത എൻ്റെ കിച്ചണിലാണ് ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചെറുതായിട്ട് ഞാനൊരു തടകയാവാണ്ടിരുന്നില്ല. എന്നാലും ഞാൻ പിന്നെ വിചാരിച്ചു, ഞാനിത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്തു കൊടുക്കും നമ്മുടെ ഭാഗ്യന്. വേറെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയെന്ന് വിളിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഭാഗ്യന് ആ ഒരു ഓപ്ഷൻ ഇല്ല. അത് കാരണം കൊണ്ട് ഭാഗ്യൻ്റെ അമ്മയും ഭാര്യയും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഭാഗ്യന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തരൂ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ പറയാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പം ഈ കാണുന്ന മീൻ നന്നാക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാളംപുളി ഐഡിയ സൂപ്പർ അല്ലേ? എന്നും ഞാൻ മീൻ നന്നാക്കുമ്പോൾ ചേച്ചിമാർ പറയാറുണ്ട്, ആ കറുപ്പ കളർ ചെത്തിക്കളയൂ ശ്രീന്ന്. പക്ഷെ ഭാഗ്യനത് വലിയ കുഴപ്പമായിട്ട് പറയാത്ത കാരണം കൊണ്ടാണ് ഞാനത് കളയാണ്ടിരുന്നിരുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ വാളംപുളി പ്രയോഗം പരീക്ഷിച്ച് വിജയിച്ച കാരണം കൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കല്ലിലിട്ട് ഉരയ്ക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ വാളംപുളി ഇട്ട് വെച്ചിട്ടേ അതിൽ മീനിട്ടാൽ മതി കേട്ടോ. അതാ ഇങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഈ സംഭവം തിന്നുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നത്. ഈ വക തോട്ടിൽ നിന്ന് പിടിച്ച മീനൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. ഞാൻ മാത്രമല്ല, ചേച്ചി അമ്മയൊന്നും കഴിക്കില്ല എന്ന് തോന്നുന്നു. ഇവിടെ ആൺസമൂഹം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അവർക്കാണ് ഈ ഫുഡൊക്കെ അല്ലെങ്കിൽ ഈ വക സംഭവങ്ങളൊക്കെ കൂടുതൽ രുചിയോടെ കഴിക്കാനായിട്ട് താല്പര്യം. നമ്മുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചേറാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അവിടെ നിന്നാടെ ഈ മീനെ പറയാ. ഈ മീനുണ്ടല്ലോ നമ്മൾ വളരെ നൈസായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ കരുന്ന് കടിക്കണ രീതിയിലാവണം അത്ര. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരാമെന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കണില്ല. ആ മീനിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോവും. അത് കാരണം കൊണ്ട് കുരുമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയും മാത്രം ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നല്ല കൈ കൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പറ്റി നമ്മൾ തിരുമ്മി കൂട്ടി അങ്ങോട്ട് വെക്കുകയാണ്. അതുതന്നെയാണ് നമ്മൾ മീൻ കൂട്ടാൻ വെക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് മീൻ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മീൻ കൂട്ടാനും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മീൻ കൂട്ടാന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കുഞ്ഞുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ചട്ടിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മീൻ തലയും ആ ഭാഗങ്ങളും ഒക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഇളയമയുടെ റെസിപ്പിയാണ്. ഈ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇളയമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളയമയാണ് എന്നോട് വാളംപുളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇളയമയാണ് എനിക്ക് ഈ മീനൊക്കെ നന്നാക്കി തരാറുള്ളത്. ഇന്നിപ്പോൾ ഭാഗ്യം നന്നാക്കി തന്ന കാരണം കൊണ്ട് ഇളയമ രക്ഷപ്പെട്ടു. ഇളയമ ഞാൻ നോക്കുമ്പോൾ കുളി കഴിഞ്ഞ് സുന്ദരിയായിട്ടാണ് മീൻ നന്നാക്കാൻ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇളയമോട് പറഞ്ഞു, വേണ്ട ഇളയമ, ഞാൻ തന്നെ ചെയ്തോളാം. അല്ലെങ്കിൽ ആൾ അരിഞ്ഞ് തന്നിട്ടൊക്കെ പോകാറുള്ളത്. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഒട്ടും ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ ഇളയമ. പിന്നെ ഞാൻ ചെയ്യുന്ന പണികൾ ആൾക്ക് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആയിരുന്നു. പണ്ടൊക്കെ ഇളയമ ഉള്ള സമയത്ത്, നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരുവിധം പരിപാടികളൊക്കെ ഇളയമ എനിക്ക് ചെയ്തു തരായിരുന്നു. നല്ല കറി വെക്കാനൊക്കെ ഞാൻ ചെയ്ത് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ പണ്ട് കേട്ടോ, ഞാൻ 10 കൊല്ലത്തെ മുമ്പുള്ള കാര്യമാണ് പറയണത്. അപ്പോൾ ഇളയമ അങ്ങനെ എനിക്ക് അവസരങ്ങൾ തന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇത്തിരിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇടാ. ഇളയമ എന്നും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അധോലോകം മേടിച്ചായേനെ. അപ്പോൾ നമ്മൾ 2ാം പാലിലാണ് ഈ പൊടികൾ മല്ലിപ്പൊടി ഒഴിവാക്കിയിട്ടേ 2ാം പാലിൽ നമ്മളത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇതിനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീനിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കും കൂടി ചെയ്യാം. നമുക്ക് നല്ല കരികരാന്നിരിക്കണമെങ്കിൽ കുറച്ചധികം നേരം സിമ്മിലിട്ടിട്ട് നമ്മളിതിനെ മുരിയിച്ചെടുക്കണം കേട്ടോ. ഇത് നാളത്തേക്കുള്ള അപ്പത്തിനുള്ളത് അരച്ച് വെച്ചതാണ്. കാലത്ത് 7:30 മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാനുണ്ട് ഭാഗ്യന്. അത് കാരണം കൊണ്ട് അതൊക്കെ കുഞ്ഞു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു 2025 ആകുമ്പോഴേക്കും ഒരു ട്രാക്കിൽ എത്തണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. ഞാൻ 2024 തുടങ്ങിയ ട്രാക്കിംഗ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇതുവരെ എത്തിയിട്ടില്ല. ഒന്നും എളുപ്പത്തിലെത്തുന്നു പ്രതീക്ഷിക്കണില്ല. അത് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുമില്ല. എല്ലാം അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്ക് സ്ട്രെസ്ഫുൾ ആവാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ കുറച്ച് കുടംപുളിയും അതോടൊപ്പം നമ്മൾ അതിൽ 1ാം പാലും കൂടി ഒഴിച്ചപ്പോൾ എൻ്റെ മീൻകറി റെഡിയായിടാം. ഇനി അതിൽ കുറച്ച് ഉള്ളി നമ്മൾ മൂപ്പിച്ചിട്ടാൽ മതി കേട്ടോ. ഒരുപാട് കുത്തികളൊക്കെ ഉണ്ടാ ഞാൻ ചെയ്യുന്ന പോലെ, കാരണം മീൻ ഉടയുന്ന മീനായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അതിൻ്റെ ചാറ്. പിന്നെ കുടംപുളി ഒരു പുളിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതിൽ തക്കാളി ഇട്ടിട്ടില്ല. അപ്പോൾ റെസിപ്പി മനസ്സിലായല്ലോ. നല്ല കര മുരുമുര ഉള്ള നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അച്ഛനാണ് കഴിക്കുള്ളൂ, അമ്മ കഴിക്കില്ല. 2-3 എണ്ണം അച്ഛന് കൊടുത്തു വിടും.
പിന്നെ കറി അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, വറുത്തതാണ് അച്ഛനെ കാണുമ്പോൾ. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇഷ്ടമുള്ള ആൾക്കാരെ ഓർക്കില്ലേ, അതുപോലെ ഞാൻ എന്നും അവിയൽ കഴിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള സുനിച്ചേച്ചിനെ ആലോചിക്കും. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. അതുപോലെ ഞാൻ അച്ഛനെ ആലോചിച്ചു ഈ മീൻ വറുത്ത സമയത്ത്. അങ്ങനെ നമ്മൾ നമ്മുടെ ബാക്കി പരിപാടികൾ ഉള്ളി കാച്ചിയതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ കുക്കിംഗ് പരിപാടികളും കഴിഞ്ഞു. വിചാരിച്ചിരിക്കാത്ത നേരത്ത് എത്രയോ പണികളാണല്ലേ കയറി വരിക. പക്ഷേ ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് കണക്കാക്കി നോക്കിയാൽ ഭയങ്കര സിമ്പിളാണെന്ന് ലൈഫേ. അത് സന്തോഷത്തോടു കൂടെ ഭാഗ്യനെ അത് കഴിക്കുന്നത് കണ്ടപ്പോൾ വാവ്. പിന്നെ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള പരിപാടികളൊക്കെ ഭാഗ്യം തന്നെ ചെയ്തോ, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ എന്ന്. എന്നിട്ട് ഞാൻ പോയി കുളിച്ചു ഗൈസ്. അങ്ങനെ പാത്രങ്ങളൊക്കെ ഭാഗ്യം ഞാൻ വരുമ്പോഴേക്കും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ കഴുകാനായിട്ടുള്ള പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഭാഗ്യം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഒരു വലിയ പ്രാർത്ഥന അവസാനിച്ച് നമ്മൾ മടങ്ങുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ശ്രീജ.